നമ്മുടെ ഈ വണ്ടിയിൽ ഒരു പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു മോഡലാണ്. ഇതാ എല്ലാ ഗ്ലാസും ഓക്കെയാണ്. അടുത്ത ഇതാ പവർ വിൻഡോ മോട്ടോർ വർക്കാണ്, പക്ഷെ ഗ്ലാസ് ഇതായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഈ ഗ്ലാസ് കംപ്ലൈൻ്റാണ്, തുറക്കാൻ പറ്റില്ല. മോട്ടറൊക്കെ റെഡിയാണ്, വർക്കാണ്, ഗ്ലാസ് ഇതായിരുന്നില്ല. അതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ തന്നെ ഈ സ്ക്രൂ എല്ലാം അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ 2 സ്ക്രൂ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ഗ്ലിപ്പാണ്. നമുക്കിത് അഴിച്ചെടുക്കാം. നമ്മുടെ ഈ സ്വിച്ച് ഒന്ന് പിടിക്കണം, അതിലേക്ക് ഈസിയാണ്. ഇതാ നമുക്ക് എന്താ കംപ്ലൈൻ്റ് എന്ന് മനസ്സിലാവും. ഇതാ അതിൻ്റെ മെക്കാനിസമൊക്കെ ഓക്കെയാണ്, വർക്കാണ്. ഈ ഗ്ലാസ്സിലേക്കുള്ള പിടുത്തമാണ് പോയിട്ടുള്ളത്. ഇവിടെ ഒരു ഫ്രെയിം വരുന്നുണ്ട്, അത് പൊട്ടിയിട്ട് അകത്ത് കിടപ്പുണ്ട്. ഈ ഫ്രെയിമാണ് ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ പിടിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ലോക്കാക്കിയിട്ട താഴോട്ട് ഈ സംഭവമാണ് ഗ്ലാസ്സിന് അങ്ങോട്ടും പൊക്കയും താത്തയും ചെയ്യുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇത് പൊട്ടിയ കാരണം ഗ്ലാസിൻ്റെ പിടുത്തം വിട്ടുപോയി. അത് നമുക്ക് റെഡിയാക്കാം. അതായത് നമ്മുടെ വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്ത സാധനമാണ് ഇത് തുരുമ്പ് കയറി ദ്രവിച്ചു പോയതാണ്. ഇതിനകത്തൊരു റബ്ബർ ബീഡിങ് ഉണ്ട്. ഈ ഗ്ലാസ് നല്ല ടൈറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബീഡിങ്. ഇത് പകുതി നമുക്ക് കിട്ടിയിട്ടുള്ളൂ, പകുതി വണ്ടിയുടെ ഗ്ലാസ്സിൽ തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇത് ഫിറ്റാക്കുമ്പോൾ അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യം ഈ സാധനമാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു PVC പൈപ്പിൻ്റെ കഷ്ണമാണ്. നമ്മളിതായി PVC പൈപ്പ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലപ്പോൾ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് PVC പൈപ്പ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പീസ് ഒരു 3 ഇഞ്ച് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ആദ്യം. അളന്നെടുക്കാം. കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു, പീസാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരു സ്റ്റെയിൽ കൊടുത്ത ഒരു പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് പകുതി ഭാഗം മടക്കി കഴിഞ്ഞു. ഇനി ഒരു ഭാഗം കൂടി മടക്കാം. ഇതാ ഒരു ടൈലിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങോട്ടങ്ങ് പ്രസ് ചെയ്തങ്ങ് കൊടുത്താൽ മതി. അല്പം ചൂടുണ്ടാവും, ശ്രമിക്കുക. അല്ലെങ്കിൽ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഗ്ലൗസ് കയ്യിൽ യൂസ് ചെയ്യുക. നമ്മൾ ചൂടാക്കി മടക്കി എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കുക കിട്ടുക, പല അളവിലായിട്ട്. ഒരുപോലെ തന്നെ വരണമെന്നില്ല 2 സൈഡും. അത് കാരണം കുറച്ച് വീതി കൂടുതലിട്ടിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇളക്കിയെടുത്ത റബ്ബർ ബീഡിങ്ങും ഇതിൽ ഇങ്ങനെ വെച്ച് ഒരു മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒരു
ഇവിടം വരെ ഒരു വരാൻ കൊടുത്ത് കട്ട് ചെയ്താൽ മതി. ഇനി കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഗ്ലാസ് വണ്ടിയിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കിയ ആ PVC പൈപ്പിൻ്റെ ആ സാധനമാണ് ഇതാ ഇതിലിപ്പോൾ ഫിറ്റാക്കാൻ പോകുന്നത്. ഈ സൂപ്പർ കിവി കൊണ്ട് ഒന്ന് ഒട്ടിക്കേണ്ട കാര്യമുണ്ട്. ഗ്ലാസ് നമുക്ക് ഇടുന്നത് എങ്ങനെ കാണിക്കാം. ഇതാ ഇങ്ങനെ 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 ഇറക്കണം അകത്ത്. എന്നിട്ട് ഇങ്ങനെ മെല്ലെ ചരിച്ച് മെല്ലെ ഇറക്കാം ഗ്ലാസ്. ഇനി നമുക്ക് ഈ ലോക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്ക്രൂ ഇട്ട് മുടുക്കാനേ ഉള്ളൂ. അത് കഴിഞ്ഞ സംഭവം റെഡിയാണ്. സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്കാവുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് വർക്കാവുന്നോ നോക്കാം. ഓക്കെയാണ്. ഫുള്ള് ഗ്ലാസ് ഇതാ താഴോട്ട് പോയിട്ടുണ്ട്. ഇതാ ഇനി മുകളിലേക്ക് വെക്കാം. ഫുൾ ഗ്ലാസും ഇതാ മുകളിലേക്ക് സംഭവം ഓക്കെയാണ്. ഒന്നും കൂടെ ഇത് നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്ന് ഇതെല്ലാം മാറ്റാൻ ശ്രമിച്ചാൽ കുറേ പൈസ അവർ ചോദിക്കും. മോട്ടറടക്കം മാറ്റാൻ പറയത്തുള്ളൂ. മോട്ടറും ഈ സെറ്റ് ഈ മെക്കാനിസം കംപ്ലീറ്റ് ആയിട്ട് അവർ മാറാൻ പറയും. നമുക്ക് ഒരു PVC പൈപ്പ് കൊണ്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. PVC പൈപ്പിൽ ഇത് നമ്മൾ PVC കട്ട് ചെയ്തിട്ടത് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് ഫിറ്റാക്കാം. ഇത് ആദ്യം ഈ സ്വിച്ച് ഫിറ്റാക്കാം. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ട്. ഇനി സ്ക്രൂ ഇട്ട് മുറുക്കാം. സ്ക്രൂ മുറുക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. രണ്ട് സ്ക്രൂ ഇങ്ങനെ റെഡിയായി. ഇനി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഓക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഗ്ലാസ് ഒന്നുകൂടെ വർക്ക് ചെയ്യിപ്പിച്ച ഇൻഡിക്കേഷൻ ഓണാക്കുക. ഒന്നും കൂടെ. എന്താ സ്മൂത്ത്. എല്ലാം ഓക്കെ ആയിട്ടുള്ളു. അപ്പോൾ നമ്മുടെ ഈ പുതിയ ചാനലാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോ വീണ്ടും ഇടുന്നതായിരിക്കും. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക. ഓക്കെ.